കുട്ടിയൊക്കെ ഉറങ്ങണം. പിന്നെ ആക്സേഷൻ ഭയങ്കര നല്ല ആക്ടറാണ്, പക്ഷെ അത് കുട്ടിയാണ്. 5 വർഷം കഴിഞ്ഞപ്പോൾ അവന് ബോറടിച്ചാൽ മതി, ഞാൻ ആക്ട് ചെയ്തു കഴിഞ്ഞു പോകണം. ഞാൻ പറഞ്ഞു അയ്യോ മോനെ തുടങ്ങിയതേ ഉള്ളൂ, ഇനി 2-3 ദിവസമുണ്ട്. ഇപ്പോൾ സാധാരണ കാണുന്ന സിനിമകളിൽ വെച്ചുള്ള ഡാർക്കോ വയലൻസോ പടത്തിലില്ല. വയലൻസ് ഭയങ്കര കുറവാണ്, ഇല്ലെന്ന് തന്നെ പറയാം. ഇതൊരു ഇമോഷണൽ, നിങ്ങളുടെ മനസ്സിൻ്റെ അകത്താണ് ഇതെല്ലാം നമ്മൾ ഇട്ട് തരുന്നത്. ഞാൻ അവനോട് പറഞ്ഞു അതേടാ എനിക്കും വയ്യടാ, എനിക്ക് തീരെ വയ്യ, നീ എന്നെ കൈ ഒന്ന് പിടിച്ചിട്ട് നീ ഒന്ന് എന്നെ കൊണ്ടോ, എനിക്ക് വയ്യാണ്ടയാ. അപ്പം അവൻ അവസരമായി ഓക്കെ കൂൾ, ഓക്കെ അവനൊരു സാധനം കിട്ടി ചെയ്യാൻ യുനോ. സോ അങ്ങനെ ഇത്തിരി ട്വീക്സ് ഹിയർ ആൻഡ് ദേർ, യാ ഇറ്റ് ഡെഫിനറ്റ്ലി ഹെൽപ്ഡ്. ഇപ്പം ഇതിനകത്ത് ഈ കുട്ടികളെ വെച്ചിട്ടുള്ള സിനിമകൾ ചെയ്യുന്ന ആളുകളോട് എപ്പോഴെങ്കിലും ചോദിക്കണമെന്ന് കരുതിയിട്ടുള്ളതാണ്. അതായത് ഇതിനകത്ത് ഭയങ്കര ഒരു ഡാർക്ക് ഷെയ്ഡിലാണല്ലോ, എസ്പെഷ്യലി നമ്മളിപ്പം അഡൾട്ട് ആയിട്ടുള്ള ക്യാരക്ടേഴ്സിന് ഭയങ്കര ഡാർക്ക്. ഇപ്പോൾ ഫർസാനയ്ക്ക് ഒരു ഡാർക്ക് ഷെയ്ഡുള്ള ഒരു ക്യാരക്ടറിനെ കൊടുക്കാൻ എനിക്ക് തോന്നുന്നു മേ ബി ചിദംബരത്തിന് സിമ്പിൾ ആയിരിക്കും. ഈ കുട്ടികളോട് എങ്ങനെ ഞങ്ങൾ അങ്ങനത്തെ ഒരു സംഭവം കമ്മ്യൂണിക്കേറ്റ്, പിന്നെ അവരും ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് ഇപ്പം ഇതിനകത്ത് ട്രെയിലറിനകത്ത് തന്നെ ഉണ്ടല്ലോ ഒന്നാമത്തെ എനിക്കൊരു കാര്യം പറയാനുള്ള, ഈ പടം ഒരു ഡാർക്ക് സിനിമയല്ല. ഡാർക്ക് അല്ല ട്രെയിലർ അങ്ങനെ ഡാർക്ക് അല്ല പടം. അത് ഇമോഷണലി ആയിട്ടുള്ള നമ്മൾ സാധാരണ കാണുന്ന സിനിമകളിൽ വെച്ചുള്ള ഡാർക്കോ വയലൻസോ പടത്തിലില്ല. വയലൻസ് ഭയങ്കര കുറവാണ്, ഇല്ലെന്ന് തന്നെ പറയാം. ഇതൊരു ഇമോഷണൽ, നിങ്ങളുടെ മനസ്സിൻ്റെ അകത്താണ് ഇതെല്ലാം നമ്മൾ ഇട്ട് തരുന്നത്. അത് കാണുന്നവർക്ക്, അത് കുട്ടിക്ക് ഡയറക്റ്റ് ചെയ്യാൻ കുട്ടിക്ക് അങ്ങനത്തെ സീനുകളില്ല. ഒരു കുട്ടി എക്സ്പോസ് ആവുന്ന കാര്യങ്ങൾക്കൊക്കെ ഞാനതിൽ ചെയ്തിട്ടുള്ളൂ. കുട്ടിയെ കൊണ്ടുവരുമ്പോൾ അങ്ങനെയൊന്നും ആ സിനിമയിലില്ല. ഇറ്റ് ഈസ് എ വെരി, ഇറ്റ്സ് മോർ ദാൻ എ ത്രില്ലർ. ഇറ്റ് ഈസ് എ വെരി, അമ്മയുടെ മകൻ്റെ ബന്ധവും അത് അതിൻ്റെ ഒരു ഡ്രാമ തന്നെയാണ്. അത് ത്രില്ലറിൻ്റെ ഒരു സിൻടാക്സിൽ നമ്മൾ പറഞ്ഞു അത്ര. അപ്പം ഏകദേശം ഈ ഇതുവരെ ഡയറക്റ്റ് ചെയ്തതിൽ ഈ കുട്ടികളെ ഡയറക്റ്റ് ചെയ്യാന്നുള്ളത് ചിദംബരത്തിന് ഇങ്ങനെയാണ്, ബാക്കിയുള്ളവരെ ഡയറക്റ്റ് ചെയ്യുന്ന അതേ ഒരു ഇല്ല. കുട്ടികളെ ഡയറക്റ്റ് ചെയ്യുന്നത് അതിൻ്റെതായ ചലഞ്ചസ് ഉണ്ട്. നമുക്ക് കുട്ടികൾ പെട്ടെന്ന് ടയേർഡാവും. സിനിമ രാത്രിയാണ് ഷൂട്ട് ചെയ്യുക, നമ്മൾ നൈറ്റ് സീനൊക്കെ പറഞ്ഞാൽ കുട്ടിയൊക്കെ ഉറങ്ങണം. പിന്നെ ആക്സേഷൻ ഭയങ്കര നല്ല ആക്ടറാണ്, പക്ഷെ അത് കുട്ടിയാണ്. 5 വർഷം കഴിഞ്ഞപ്പോൾ അവന് ബോറടിച്ചാൽ മതി, ഞാൻ ആക്ട് ചെയ്തു കഴിഞ്ഞു പോകണം. ഞാൻ പറഞ്ഞു അയ്യോ മോനെ തുടങ്ങിയതേ ഉള്ളൂ, ഇനി 2-3 ദിവസമുണ്ട്. എന്നിട്ട് അവൻ തന്നെ എൻ്റെ അടുത്തൊന്ന് പറയും, 7 മണിയാകുമ്പോൾ ചിതു സാറേ ബാറ്ററി കഴിഞ്ഞു, ഉറങ്ങിക്കോട്ടെ. ഞാൻ പറഞ്ഞു മോനെ കുറച്ചും കൂടി ഉണ്ട്. അങ്ങനെ സോ പക്ഷെ ഭയങ്കര അണ്ടർസ്റ്റാൻഡിങ്, ഭയങ്കര നല്ല ഡെപ്ത് ഓഫ് തിങ്കിങ് ഒക്കെ ഉള്ള ഒരു കുട്ടിയാണ് അതിശേഷൻ. ഫർസാനയ്ക്ക് പഠിച്ച സംഭവം എന്തോ കുട്ടികളെ റിലേറ്റ് ചെയ്തിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുണ്ടായിരുന്നു. അപ്പം അത് അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉള്ളത് ഈ ഒരു ആക്ടിങ് സമയത്ത് ഹെൽപ്ഫുൾ ആയിരുന്നു. അല്ലെങ്കിൽ ചില ഈ സൈക്കോളജി റിലേറ്റഡ് പഠിച്ചത് നമുക്ക് വേറൊരു കഥാപാത്രത്തിൻ്റെ ഇമോഷൻസ് മനസ്സിലാക്കാൻ, അല്ലെങ്കിൽ നമുക്ക് നൽകുന്ന കഥാപാത്രത്തിൻ്റെ ഇമോഷൻസ് മനസ്സിലാക്കാൻ ഹെൽപ്പ് ചെയ്യുന്നതൊക്കെ കേട്ടിട്ടുണ്ട്. ലൈക്ക് അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉള്ളത് ഫർസാനയ്ക്ക് ഹെൽപ്പ് ആയിരുന്നോ? ആബ്സല്യൂട്ട്ലി. എൻ്റെ ജോലിയിൽ മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ ഒബ്സർവേഷൻ സ്കില്ലാണ്. അതിപ്പോൾ വരുന്ന കുട്ടികളെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യണമെങ്കിൽ ത്രൂ ഒബ്സർവേഷൻ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അവരെങ്ങനെയാണ് സംസാരിക്കുന്നത്, എങ്ങനെയാണ് അവരുടെ മൂവ്മെൻറ്റ്സ്, എങ്ങനെയാണ് അവർക്ക് സ്ട്രെങ്ത് ഉണ്ടോ, അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുമോ, ഇമോട്ട് ചെയ്യാൻ പറ്റുമോ. അപ്പോൾ ആ ഒബ്സർവേഷൻ സ്കിൽ ഞാൻ ഇതിലും ആക്ച്വലി കുറേ ഉപയോഗിച്ചിട്ടുണ്ട്. ആൻഡ് ഐ ലവ് ഒബ്സർവിങ് പീപ്പിൾ. സോ ദാറ്റ്സ് വൺ തിങ്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ആദിശേഷൻ്റെ കൂടെ ആക്ട് ചെയ്യുന്ന സമയത്ത് there were a lot of moments where എങ്ങനെയപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യുക, എൻ്റെ ജോലിയിൽ ആക്ച്വലി ഒരു കുട്ടീനെ കൊണ്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യിപ്പിക്കണം. അത് ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് ടു ഡൂ ഇറ്റ്, ബട്ട് ദേ മേ നോട്ട് ഫീൽ ലൈക്ക് ഡൂയിങ് ഇറ്റ്. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ത്രൂ പ്ലേ ആണ് നമ്മൾ മാനിപ്പുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഒരു സീനിൽ ആക്ച്വലി ട്രെയിലറിലുണ്ടായിരുന്നു, ഒരു ബ്രിഡ്ജിൻ്റെ മേലെ അമ്മയും മോനും നടന്നു പോണ ആ സീൻ. അപ്പോൾ നമ്മൾ വൈകുന്നേരമായിട്ട് ഷൈജുക്കൊക്കെ അവിടെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്, ലൈറ്റ് പോകുന്നു, നമുക്ക് ഇപ്പോൾ പോകണം. അപ്പോൾ ഞങ്ങളെല്ലാവരും ടയേർഡായിരിക്കും, ഒരു 6 മണിയൊക്കെ ആയി. അപ്പോൾ എന്നോട് അവൻ്റെ കൈ പിടിച്ച് നടക്കാനാണ് ഞങ്ങൾക്ക് ഡയറക്ഷൻ കിട്ടിയത്. പക്ഷേ ഇവന് വയ്യ, ഇവൻ ലൈക്ക് ആൻറ്റി മതിയായി. അപ്പോഴാണ് എനിക്ക് ഒന്ന് ക്ലിക്കായത്. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു അതേടാ എനിക്കും വയ്യടാ, എനിക്ക് തീരെ വയ്യ, നീ എന്നെ കൈ ഒന്ന് പിടിച്ചിട്ട് നീ ഒന്ന് എന്നെ കൊണ്ടോ, എനിക്ക് വയ്യാണ്ടയാ. അപ്പം അവൻ അവസരമായി ഓക്കെ കൂൾ, ഓക്കെ അവനൊരു സാധനം കിട്ടി ചെയ്യാൻ യുനോ. സോ അങ്ങനെ ഇത്തിരി ട്വീക്സ് ഹിയർ ആൻഡ് ദേർ, യാ ഇറ്റ് ഡെഫിനറ്റ്ലി ഹെൽപ്ഡ്. ഇപ്പം ജിസ് ജോയ് തന്നെ ഈ അടുത്ത് പറഞ്ഞിരുന്നു, ഇപ്പം ചിദംബരത്തിന് ഒരു ഡേറ്റ് കൊടുക്കാൻ ഒരുപാട് ആർട്ടിസ്റ്റുകൾ റെഡി ആയിരിക്കും. കാരണം നിങ്ങളുടെ ഒരു ഫിൽമോഗ്രഫി ഇപ്പം അങ്ങനെയാണ്. പക്ഷെ ആ സമയത്ത് പുതിയ ഫേസസിനെ വെച്ച് മറ്റൊരു തരത്തിലുള്ളൊരു കഥയും കൊണ്ട് ഒരു കുട്ടീനെയൊക്കെ ആണ് ഇപ്പം മെയിനായിട്ട് നോക്കുമ്പോൾ ഒരു പുതുമുഖമാണ് വരുന്നത്. അപ്പം അതിന് ചിദംബരം എടുക്കുന്ന ഒരു എല്ലാ ആർട്ടിനോടുള്ള നിങ്ങളുടെ താല്പര്യം, അതിൻ്റെ ഒക്കെ പ്രത്യേക ധൈര്യത്തിൻ്റെ എലമെൻറ്റും കൂടി ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ എന്താ പറയുക സുഖമായിട്ടുള്ളൊരു
പെരുവഴിയിൽ നിന്ന് മാറി പുതുവഴി പോവാം എന്നൊക്കെ ഒരു എലമെന്റ് ഉണ്ടായിരിക്കുമല്ലോ. എങ്ങനെയാ ഒരു ധൈര്യം വർക്ക് ചെയ്തത്? ധൈര്യം എൻ്റെ കഥയോടുള്ള കൺവിക്ഷൻ തന്നെയാണ്. കഥ വളരെ നല്ല, ജിത്തുവിനോട് കഥ കേട്ടപ്പോൾ തന്നെ ഇതിൽ വലിയൊരു സിനിമയുണ്ട്, നല്ലൊരു വലിയ ഇമോഷൻസ് ഉണ്ട് എന്ന് മനസ്സിലാക്കി ആ കഥയോടുള്ള കൺവിക്ഷൻ തന്നെയാണ് ധൈര്യം തരുന്നത്. കഥയോട് കൺവിക്ഷൻ ഇല്ലെങ്കിൽ ഈ ധൈര്യം ഒരിക്കലും ഉണ്ടാവില്ല. കാരണം അത് എത്ര വലിയ സ്റ്റാറിൻ്റെ പടമായാലും നമുക്ക് ഈ ധൈര്യം ഉണ്ടാവില്ല. കാരണം അത് കഥയുടെ കൺവിക്ഷൻ വേണം. അപ്പോൾ അത് തന്നെയാണ് ഇതിലേക്ക് ചെയ്യാനുള്ള ഒരു ധൈര്യം. പിന്നെ മഞ്ഞുമ്മലും ഒരു ധൈര്യമായിരുന്നു ഇത്. കാരണം മഞ്ഞുമ്മൽ പടം ചെയ്തു, കാരണം മഞ്ഞുമ്മൽ ചെയ്തുകൊണ്ട് മാത്രമാണ് എനിക്ക് ബാലൻ ഈ ഒരു രീതിയിൽ ചെയ്യാൻ പറ്റുന്നത്. ഈ ബാലന് ഈ ഒരു വിസിബിലിറ്റിയും കിട്ടുന്നത് മഞ്ഞുമ്മൽ ചെയ്തുകൊണ്ട് കാരണം മാത്രമാണ്. ഞാനത് അല്ലാണ്ട് നേരെ ബാലൻ ചെയ്ത് ചിലപ്പോൾ എനിക്ക് ഇത്രയും സപ്പോർട്ടും ഇത്രയും ഒരു ഇങ്ങനത്തെ പടത്തിന് ഇങ്ങനെ ഒന്നും കിട്ടില്ല. അത് മഞ്ഞുമ്മൽ തന്നെയാണ് അതിൻ്റെ ഒരു ക്രെഡിറ്റ്. ഇപ്പം ജാനമനിലാണെങ്കിൽ ഒരു ടെൻഷൻ ഉണ്ടല്ലോ, ഈ ജനനത്തിന്റെ സന്തോഷവും മരണത്തിന്റെ ദുഃഖവും കൂടി എവിടെയെങ്കിലും ക്ലാഷ് ആയിട്ടൊരു പ്രശ്നം വരുമോ എന്നുള്ള ടെൻഷൻ ത്രൂ ഔട്ട് ഉണ്ട്. മഞ്ഞുമൽ ബോയ്സിലാണെങ്കിൽ ഒരു പോയിന്റിന് ശേഷം പ്രേക്ഷകരൊക്കെ ആ ടെൻഷനിലാണ് എന്താണ് ഈ നടക്കുക എന്നുള്ളത്. ബാലനിലേക്ക് എത്തുന്ന സമയത്ത് ആ ട്രെയിലർ കാണുന്ന സമയത്ത് തന്നെ നമ്മുടെ ഉള്ളിലൊരു എന്താ പറയുക, ഒരു പെടപ്പ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സംഭവം ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആസ് എ ഡയറക്ടർ ടെൻഷനാണോ ഭയങ്കര ഒരു ലൈക്ക് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ടെൻഷൻ അങ്ങനെയുണ്ടോ? കാരണം ഒരു സിനിമാറ്റിക് ടെൻഷൻ എല്ലാത്തിലും ഉള്ളത് നല്ലതാണ്. ആ സിനിമയുടെ ആസ്വാദനത്തിന് നല്ലതായിരിക്കും. നമ്മൾ ഉദ്വേഗഭരിതം എന്നൊക്കെ പറയില്ല, ആ ഉദ്വേഗം എന്തായാലും അത് കണ്ടിന്യൂസ് ആയിട്ട് അത് സിനിമയിലുണ്ടെങ്കിൽ അത് എൻഗേജിങ് ആയിട്ട് ആൾക്കാർ അത് കാണും. അത് ഏത് ജോണറിലാണെങ്കിലും അത് ചെറിയൊരു എൻഗേജ്മെന്റ് എന്തായാലും ഓഡിയൻസ് ആയിട്ട് വേണമെന്ന് ഉള്ളത്. അതിപ്പോൾ എന്ത് ജോണർ ചെയ്താലും അത് വേണം എന്നുള്ളതാണ്. അപ്പോൾ അതൊരു ഭയങ്കര ഇഷ്ടമുള്ള ഫാക്ടറാണ് അതിൻ്റെ ഒരു. അത് എല്ലാ സിനിമയിലും ഉണ്ട്. അത് ഉള്ളപ്പോഴാണ് ആ സിനിമ നമുക്ക് വർക്ക് ആവുക. നമ്മളിതൊരു കോമഡി ഫിലിമിലാണെങ്കിൽ ആ ഒരു ടെൻഷൻ ഉണ്ട്. അപ്പം ഗോഡ് ഫാദർ എന്ന് പറഞ്ഞ പടം, അതിൽ ഒരു ടെൻഷൻ ഉണ്ടല്ലോ, ഇൻ ബിറ്റ്വീൻ ടു ഫാമിലി, എന്താവും അടുത്ത എന്താവും എന്നൊക്കെ പറഞ്ഞ് അതാണ് പീപ്പിൾ ലൈക്ക് ഇറ്റ്. പിന്നെ ഇപ്പം ഈ ജിത്തുമാധവന്റെ സ്ക്രിപ്റ്റ് ആണെന്ന് പറയുന്ന സമയത്ത് ഇപ്പം നേരത്തെ ചെയ്ത 2 പടങ്ങളും താങ്കൾ തന്നെയാണ് അപ്പം അതിന്റെ കഥയും കഥാപാത്രങ്ങളും. ഇപ്പം മുൻപൊരു ഇന്റർവ്യൂവിൽ പറഞ്ഞു കേട്ടിട്ടുണ്ട്, പിന്നെ അഭിരാമും പറഞ്ഞിട്ടുണ്ട്, ഇപ്പം ഒരു കഥാപാത്രം ഇത്രയാണ് സ്ക്രീനിൽ വരുന്നതെങ്കിലും അയാളുടെ എൻ്റയർ ബാക്ക് സ്റ്റോറി ആക്ച്വലി ഇവന്റ് പ്ലാനർ എന്തായിരുന്നു, അയാൾ പഠിച്ചു, പലതും റെഡി ആയില്ല, അതൊക്കെയാണ് അയാളുടെ എന്ന് പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ട്. അപ്പം വേറൊരാള് സ്ക്രിപ്റ്റ് എഴുതുന്ന സമയത്ത് ചിദംബരത്തിന് ആവശ്യമുള്ള അത്രയും ജിത്തുമാധവൻ എഴുതുമോ ഒരു കഥാപാത്രത്തിന്റെ? തീർച്ചയായും ഇത് ഒരു കൊളാബറേറ്റീവ് പ്രോസസ്സ് തന്നെയാണ്. ജിത്തു ഒരു സാധനം തന്നു, അതിങ്ങനെ അതൊരു അങ്ങനെയല്ലല്ലോ. ജിത്തു നമ്മൾ കാണുമ്പോൾ അതൊരു ഫസ്റ്റ് ഡ്രാഫ്റ്റ് ആയിരുന്നു. ഒരു 4-5 കൊല്ലം മുമ്പ് അവർ എഴുതി ഫസ്റ്റ് ഡ്രാഫ്റ്റ് ആയിരുന്നു. പിന്നെ നമ്മളിരുന്ന് എല്ലാ ദിവസവും ഇരുന്ന് ഒരുമിച്ചിരുന്ന് എഴുതി അതിങ്ങനെ ആക്കി ഈ സിനിമയുടെ ഇപ്പം കാണുന്ന സിനിമയുടെ രൂപത്തിലാക്കാൻ കുറേ പണിയാണ്. നമ്മൾ 10ഓളം ഡ്രാഫ്റ്റ് എഴുതിയിട്ടാണ് ഇപ്പം കാണുന്ന രൂപത്തിൽ ബാലാണ്. പിന്നെ അത് ഷൂട്ട് ചെയ്യുമ്പോൾ വീണ്ടും മാറും. അപ്പം ഒരു കൊളാബറേറ്റീവ് പ്രോസസ്സാണ്. ഇപ്പം മറ്റ് 2 പടങ്ങളിൽ വരുന്ന സമയത്ത് ഒരുപാട് കഥാപാത്രങ്ങളുണ്ടായിരുന്നു. പിന്നെ ഭയങ്കര രസമായിട്ട് തോന്നിയത് ആ എല്ലാ കഥാപാത്രങ്ങളിലും മാർക്ക് ചെയ്യാനുള്ളൊരു അവര് പ്രേക്ഷകരുടെ മനസ്സിൽ കയറാനുള്ള എലമെന്റുകൾ കൃത്യമായിട്ട് ചിദംബരം പ്ലേസ് ചെയ്ത പോലെ തോന്നിയിരുന്നു. പക്ഷെ ബാലന്റെ ട്രെയിലർ കാണുന്ന സമയത്ത് അത്രയും കഥാപാത്രങ്ങൾ ഉണ്ട് എന്ന് തോന്നുന്നില്ല. അപ്പം ആ പ്രോസസ്സ് ഉണ്ടല്ലോ, ഇപ്പം നമ്മൾ എല്ലാ കഥാപാത്രങ്ങളെയും കൃത്യമായിട്ട് അവർക്കൊരു ബാക്ക് സ്റ്റോറി ഉണ്ടാവും, അവർക്കൊരു നല്ല ഡയലോഗ് ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു ക്യാമറയിൽ അവർക്ക് നല്ലൊരു ഇമോഷൻ കൺവേ ചെയ്യാൻ പറ്റുക എന്നൊക്കെ ഉള്ളത്, അത് ഒരുപാട് ക്യാരക്ടേഴ്സിന് കൊടുക്കുക എന്നുള്ളത് ഇച്ചിരി പണിയായിരിക്കുമല്ലോ. ബാലനിലേക്ക് വന്നപ്പോൾ അത് കുറച്ചും കൂടെ ഈസി ആയിരുന്നു. അത് തീർച്ചയായും എനിക്ക് ജാനമല്ലിൽ 30 കുറേ പേരുണ്ടായിരുന്നു, മഞ്ഞുമല്ലും കുറേ പേരുണ്ട്. അപ്പം ഇതിലാണ് കുറച്ച് ആൾക്കാർ കുറവെന്ന് വിശ്വസിക്കാം. പക്ഷെ അത് ഒട്ടും ഈസി ആക്കിയില്ല. അപ്പോൾ ഈ കുറച്ച് 3 പേരിൽ നിന്ന് എനിക്ക് അത്രത്തോളം സിനിമയുടെ മൊത്തം ഇമോഷൻസ് ഈ 3 പേരിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്യണം. മൊത്തം കഥ ഇവരെ 3 പേരുടെയും ഫേസിൽ റൈഡ് ചെയ്യണം 4 പേരിൽ. അപ്പം അത് ഭയങ്കര, അപ്പം ക്യാമറ പേഴ്സണലായിരിക്കും. ഭയങ്കര മഞ്ഞുമ്മലെല്ലാം ഭയങ്കര വൈഡുകളാണ്, എല്ലാം മറ്റേത് സ്പെക്ടക്കിളാണ്. അപ്പോൾ ഇത് ഇറ്റ് കംസ് ഓൺ ടു എ വെരി പേഴ്സണൽ സ്പേസ്. ഭയങ്കര ക്യാമറ എടുത്തും അവരുടെ മുഖത്തും അവരുടെ, അപ്പോൾ ആ ഡ്രാമ ചെയ്യാൻ കുറച്ചും കൂടെ ടഫാണ്. അപ്പോൾ അതിന് അതിൻ്റെതായിട്ടുള്ള പ്രയാസമുണ്ട്, ഭയങ്കര പ്രയാസമുണ്ട്.